അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. അത്ര നേരം കുളിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും കുളിയും കഴിഞ്ഞ് പയ്യെ ബീച്ചിൽ നിന്ന് കയറി അവരവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തിരിച്ചു കയറി തുടങ്ങി. അങ്ങനെ ഞാനും അമ്പാനും ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടി ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഞങ്ങളിങ്ങനെ നടന്ന് 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 ഒരുപാട് ദൂരേക്ക് നടക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ദൂരെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ ഒരു ഫണ്ടി ടൈപ്പ് കിഡ്സിന് കളിക്കാൻ പറ്റുന്ന ഓരോ ഗെയിംസ് റിലേറ്റ് ചെയ്ത് എന്തോ ഒരു സംഭവം വളരെ ദൂരത്തുനിന്ന് തന്നെ ഞങ്ങൾ കണ്ടു. അതെന്താണെന്നറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് പയ്യെ നടക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരുപാട് നടന്ന് നടന്ന് ഓൾമോസ്റ്റ് ഞങ്ങളുടെ കാലും കൈയും നന്നായിട്ട് വയ്യാതെയായി. അങ്ങനെ ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇരുന്നു. അപ്പം നോക്കിയപ്പോൾ അത് ഒരുത്തൻ അവിടെ ഇരുന്ന് പുഷപ്പ് അടിക്കണം. ഇവിടെ ഞങ്ങൾക്ക് നടന്ന് നടന്ന് കാല് വയ്യാണ്ടിരിക്കണം. ഒരുത്തൻ കുളിയും കഴിഞ്ഞ് നേരെ പുഷപ്പും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഒട്ടകമല്ല 2 ഒട്ടകം നടന്നു പോകണം. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹം ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഒരു റൈഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഒട്ടകത്തെ ലക്ഷ്യമാക്കി ഞാൻ നടക്കാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു കുരിപ്പ് എന്നേലും സ്പീഡിൽ നടക്കണം. അപ്പം എനിക്ക് മനസ്സിലായി ഒട്ടകത്തിന് എന്നേലും സ്പീഡിൽ ഒട്ടകം നടക്കുന്നുണ്ടെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലാന്ന്. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ രാത്രിയിലത്തെ പാർട്ടിക്ക് വേണ്ടി പാർട്ടി സെറ്റ് എല്ലാം സെറ്റാക്കുന്ന ഒരു 3-4 മദാമ്മമാരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് വേണ്ട, നമുക്കിനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട, തിരിച്ച് നമ്മൾ എന്തിനാണോ വന്നത് അവിടേക്ക് പോകാന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് അവിടെ ഒരു 2 മിനിറ്റ് നിന്നു. അപ്പം എന്ത് ചെയ്തു, ഷാനുഭായ് ഇവിടെ ഇനി നിൽക്കണ്ട, നമുക്ക് ഇനി അറ്റത്തേക്ക് പോവാമെന്നും പറഞ്ഞ് ഇരുന്ന് മോട്ടിവേഷൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഒരു 2 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യും. ആ സമയത്ത് ക്യാമറ ഇതെന്താ സംഭവം എന്നറിയാതെ ഒരു മതമോ നമ്മുടെ ക്യാമറയിൽ നോക്കിയിരിക്കണം. പിന്നെ നമ്മുടെ ഷാനുഭായിയുടെ സ്ഥിരം പരിപാടി എവിടെ പോയാലും ഫോട്ടോ എടുക്കുക. അങ്ങനെ അമ്പാൻ മൊത്തിരുന്ന് പറയും ഇന്ന പോസ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അമ്പാനും ഗൈഡും ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഷാനുഭായ് പല തരം പോസുകൾ ചിരിച്ചിട്ടും തലകുത്തിയും തലതിരിഞ്ഞും അത് കഴിഞ്ഞിട്ട് എടുത്ത ഫോട്ടോ എങ്ങനെയുണ്ടെന്നൊരു ജഡ്ജ്മെന്റും ഉണ്ട്. അതും നോക്കും. ആകർഷാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ മെയിൻ ക്യാമറമാൻ. ഈ ക്യാമറയുടെ മുതലാളി നമ്മുടെ അമ്പാനാണ്. ക്യാമറ ഉപയോഗിക്കണത് നമ്മുടെ ആകർഷും. അങ്ങനെ നമ്മൾ അവരുടെ അടുത്തുനിന്ന് യാത്ര അങ്ങോട്ട് പയ്യെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ പയ്യെ യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഫണ്ണി മൂമെന്റ്സ് നമുക്കിവിടെ കാണാം. ഒരുപാട് നാട്ടുകാർ, മലയാളീസ്, പാകിസ്ഥാനീസ്, ഹിന്ദിക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, റഷ്യൻസ്, അങ്ങനെ എല്ലാവരെയും കണ്ട് നമ്മൾ അവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നടന്ന് ഒരു പച്ചക്കൊടി കണ്ടു. ഇതെന്താ സംഭവം എന്നറിയില്ല. പക്ഷെ ആ പച്ചക്കൊടിയുടെ അടുത്ത് എത്തി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. അവിടെ അറ്റത്ത് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതെന്താ പരിപാടി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ ഷാനുഭായ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യും, അതെന്താന്നുള്ളത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തു. കാണുമ്പോൾ അടുത്താന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷെ മണ്ണിക്കോടുള്ള നടത്തം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നടന്നിട്ട് എത്തണില്ല, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഓൾമോസ്റ്റ് ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ കാല് തീരെ വയ്യാതി. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെയുള്ള ആൾക്കാർ എന്തിനാണ് ഇവിടെ വെറുതെ ഒന്ന് കുറച്ച് നടന്നിട്ട് വീണ്ടും റെസ്റ്റ് എടുക്കണമെന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ വിദേശികൾ ഡാൻസ് കളിക്കണം. അങ്ങനെ നമ്മൾ നടന്ന് ഓൾമോസ്റ്റ് നമ്മുടെ അവിടെ എന്താണോ ഒരു ആൾക്കൂട്ടം എന്നുള്ളത് കണ്ടത് അവിടേക്ക് നമ്മളെത്തി. പിന്നെ മനസ്സിലായി ഇതൊരു അക്വാ ഫൺ. ഈ അക്വാ ഫണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് ബീച്ചിനോട് ചേർന്ന്. അവിടെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ജൈൻ വീല് കണ്ട് വീഡിയോ എടുക്കുക. പിന്നെ ഇവിടെ മെയിൻ ആകർഷിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കടൽക്കാക്കകൾ നമ്മുടെ ആകാശത്തോടെ ഇങ്ങനെ വട്ടിട്ട് പറക്കണ ഒരു ഫണ്ണി മൂമെന്റ് നമുക്ക് കാണാൻ പറ്റും. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തേ കൂടെ പോവാം, നമ്മുടെ ക്യാമറയുടെ ഓൾമോസ്റ്റ് അടുത്തേ കൂടെ തന്നെ ഞങ്ങൾ പോണേ. സോ ഇതൊരു ഫണ്ണി മൂമെന്റാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ മാക്സിമം ഇത് അനുഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ദുബായിൽ വന്ന് നിന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല.